വിസകൾക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് പണി കൊടുത്തിരിക്കുകയാണ് US. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് കോൺസുലാർ അഫയേഴ്സ് 2025 മെയ് മാസത്തിലേക്കുള്ള വിസ ബുള്ളറ്റിൻ പുറത്തിറക്കി. ഇത് കാലാകാലങ്ങളായി കെട്ടിക്കിടക്കുന്ന EB വിസകളുടെ അപ്ഡേറ്റുകൾ അപേക്ഷകന് മനസ്സിലാക്കി കൊടുക്കും. എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയതായി അവതരിപ്പിച്ച വിസ ബുള്ളറ്റിനിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. കുടിയേറ്റ വിസയുടെ വിവരങ്ങൾ വിദേശ പൗരന്മാരെ അറിയിക്കുന്നതിനായി എല്ലാ മാസവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ ബുള്ളറ്റിൻ പുറത്തിറക്കാറുണ്ട്. ഈ ബുള്ളറ്റിൻ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഗുണം ചെയ്യും. നിലവിൽ ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് പ്രോസസ്സിംഗിനായി സർക്കാർ ഒരു സമയപരിധി നിശ്ചയിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെ വിശദ വിവരങ്ങൾ, അപേക്ഷകളുടെ തുടർ നടപടികൾ, അപേക്ഷ സമർപ്പിക്കുന്ന തീയതികൾ എന്നിവ സ്റ്റേറ്റിന്റെ വിസ ബുള്ളറ്റിൻ വഴിയാണ് US മന്ത്രാലയം ആളുകളെ അറിയിക്കുന്നത്. EB-5 വിസകളുടെ പ്രധാന അപ്ഡേറ്റുകളാണ് ഇതിൽ മന്ത്രാലയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. EB-5 അൺറിസർവ്ഡ് വിഭാഗം അപേക്ഷ സമർപ്പിച്ച ഇന്ത്യക്കാരുടെ അപേക്ഷ 6 മാസം പുറകിലോട്ട് നീട്ടിയിട്ടുണ്ട്. പുതിയ കട്ട് ഓഫ് തീയതി 2019 മെയ് 1 വരെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അപേക്ഷകർക്ക് അവരുടെ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നതിന് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യയെ പോലെ തന്നെ ചൈനക്കാരുടെ EB-5 അൺറിസർവ്ഡ് വിഭാഗത്തിലുള്ള വിസ അപേക്ഷകളുടെ കട്ട് ഓഫ് തീയതി മുൻപത്തെ പോലെ തന്നെ 2014 ജനുവരി 22 വരെയായി തുടരും. എന്നാൽ EB-5 അൺറിസർവ്ഡ് വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് രാജ്യക്കാർക്കെല്ലാം അവരുടെ അപേക്ഷകളുമായി മുന്നോട്ടു പോകാൻ കഴിയും. അവർക്ക് വിസയ്ക്ക് അധികം കാലതാമസം ഉണ്ടാകില്ല. പുതിയ വിസ ബുള്ളറ്റിനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഫാമിലി വിസയുടെ കാര്യം നോക്കാം. അമേരിക്കൻ പൗരന്മാരുടെ വിവാഹം കഴിക്കാത്ത പ്രായപൂർത്തിയായ മക്കൾക്ക് നൽകുന്ന F1 വിസ വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്ന തീയതി 2016 മാർച്ച് 15 വരെയാണ്. F2A അപേക്ഷകൾ പരിഗണിക്കുന്നത് 2022 ജനുവരി 1 വരെയാണ്. F2B വിഭാഗം അപേക്ഷകൾ പരിഗണിക്കുന്നത് 2016 ജൂലൈ 22 വരെയും. F3 വിസകൾക്ക് സമർപ്പിച്ച അപേക്ഷകൾ 2011 ഏപ്രിൽ 1 വരെയും. F4 വിസകൾക്ക് 2006 ജൂൺ 15 വരെയുമാണ്. ഏപ്രിൽ മാസം പുറത്തിറക്കിയ വിസ ബുള്ളറ്റിനിൽ പറഞ്ഞ അതേ കാലാവധി തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിലുള്ളത്. തൊഴിലടിസ്ഥാനത്തിൽ സമർപ്പിച്ച അപേക്ഷകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നതെന്ന് നോക്കാം. മുൻഗണനാ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വിദേശ തൊഴിലാളികൾ സമർപ്പിച്ച EB-1 അപേക്ഷകൾ 2022 ഫെബ്രുവരി 15 വരെ മാറ്റമില്ലാതെ തുടരും. അഡ്വാൻസ് ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ വിദേശികൾ സമർപ്പിച്ച EB-2 വിസകൾ പരിഗണിക്കുന്നത് 2013 ജനുവരി 1 വരെയുള്ളതാണ്. സ്കിൽഡ് വിസയുടെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച EB-3 അപേക്ഷകൾ കഴിഞ്ഞ വിസ ബുള്ളറ്റിനിൽ 2013 ഏപ്രിൽ 1 വരെയായിരുന്നു. എന്നാൽ പുതിയ വിസ ബുള്ളറ്റിനിൽ അത് 2013 ഏപ്രിൽ 15 വരെയാണ്. ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. മറ്റ് തൊഴിലുകളുടെ അടിസ്ഥാനത്തിലുള്ള വിസകൾക്ക് 2013 ഏപ്രിൽ 1 എന്നുള്ളത് മാറ്റി 2013 ഏപ്രിൽ 15 വരെയാക്കി. ഇതിലും ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. മികച്ച ജീവിത നിലവാരവും ജോലിയും ലക്ഷ്യം വെച്ച ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദേശികളാണ് അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരായി പോകുന്നത്. അതുകൊണ്ട് തന്നെ EB വിസകൾക്ക് പലപ്പോഴും വൻ ഡിമാൻഡാണ്. കൂടാതെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് വിസ ബാക്ക്ലോഗുകളും കൂടുതലായി വരാറുണ്ട്. എന്താണ് വിസ ബുള്ളറ്റിൻ? വിസ ബുള്ളറ്റിൻ എങ്ങനെയാണ് വിദേശികളെ സഹായിക്കുന്നത്? നമുക്ക് നോക്കാം. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് കോൺസുലാർ അഫയേഴ്സ് വിദേശികളുടെ വിസയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വിസ ബുള്ളറ്റിൻ. ഇത് എല്ലാ മാസവും കൃത്യമായി സർക്കാർ പുറത്തിറക്കാറുണ്ട്. ഇതിൽ ആർക്കൊക്കെ ഗ്രീൻ കാർഡ് കിട്ടാൻ അർഹതയുണ്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെ അപേക്ഷിക്കണം, കൂടാതെ വിസയ്ക്കായി തിരഞ്ഞെടുക്കുന്ന രീതികളെക്കുറിച്ചും അപേക്ഷകന് ബോധവൽക്കരണം നൽകുന്നുണ്ട്. ഓരോരുത്തരുടെയും അപേക്ഷയുടെ തീയതി അനുസരിച്ചാണ് വിസ പ്രോസസ്സിംഗ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പതിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം പല പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കുറേ വർഷങ്ങളായി വിസയ്ക്ക് കാത്തിരിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ഈ മാറ്റം എങ്ങനെയാണ് ഓരോരുത്തരെയും ബാധിക്കുക എന്ന് പല അഭിഭാഷകരും വിദഗ്ധരും പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നല്ല പുരോഗതി കാണുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ മാറ്റമില്ല. US കുടിയേറ്റ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പുതിയ നിയമങ്ങളെക്കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തരുടെയും അപേക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിസ ബുള്ളറ്റിനിൽ മാറ്റം വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഓരോ വർഷവും കോൺഗ്രസ് ഒരു നിശ്ചിത എണ്ണം വിസകൾക്ക് അനുമതി നൽകും. ഓരോ രാജ്യത്തിനും ഓരോ നിശ്ചിത ശതമാനം വിസകൾ മാത്രമേ നൽകാൻ കഴിയൂ. US എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും എത്ര വിസകൾ നൽകാൻ സാധിക്കുമെന്നതിനെയും USCISന് എത്ര അപേക്ഷകൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നതിനെയും ആശ്രയിച്ചിരിക്കും ഇത്.
ഓരോ വിസയുടെ ആവശ്യകതകൾ മാറുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാറ്റങ്ങൾ വരുത്തും. ഈ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും വിസയുടെ തീയതികളിൽ മാറ്റം വരുന്നത്.